LDFിൻ്റെ ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ബോർഡ് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. ഈ പാർട്ടി സഖാക്കളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള എൻ്റെ ചിത്രം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. ഈ മണ്ഡലത്തിൽ LDFിന് പരാജയ ഭീതി കൊണ്ട് ഇവിടെ അക്രമത്തിൻ്റെ പാതയിലേക്ക് നീക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം പോളിങ്ങിനോട് അടുത്തെത്തുമ്പോൾ UDFിന് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. എന്നാൽ LDF ക്യാമ്പുകളിൽ അങ്കലാപ്പുണ്ട്. അതുകൊണ്ട് LDF ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ പിണറായി വിജയൻ തോറ്റാലും തളിപ്പറമ്പ് തോക്കറുന്ന അതിനു വേണ്ടി എന്തും ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ LDFിൻ്റെ ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആലോചന. അതിൻ്റെ ഫലമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് UDFിൻ്റെ പ്രചരണ സാമഗ്രികൾ, ബോർഡുകൾ നശിപ്പിക്കലല്ല, എടുത്തുകൊണ്ടുപോവുകയാണ്. മലപ്പുറത്ത് നിന്ന് 10 ബോർഡുകൾ ഇന്നലെ എടുത്തുകൊണ്ടുപോയി. കുറ്റ്യാട്ടൂരിൽ നിന്ന് 22 ബോർഡുകൾ എടുത്തുകൊണ്ടുപോയി. കയറളം, മയ്യൽ പ്രദേശങ്ങളിൽ നിന്നും ബോർഡുകൾ എടുത്തുകൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകുന്നത് വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ബോർഡോ 2 ബോർഡോ അല്ല, ബോർഡുകളാകെ എടുത്തുകൊണ്ട് പോവുക. LDFിൻ്റെ ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ബോർഡ് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. ഈ പാർട്ടി സഖാക്കളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള എൻ്റെ ചിത്രം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. അത് LDF നേതാക്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ബോർഡ് എടുക്കാം, അതുപോലെ തന്നെ ബാനറുകൾ, പോസ്റ്ററുകൾ നശിപ്പിക്കാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് പറ്റിയ കുറേ ആളുകൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ CPMലുള്ള സഖാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചോറ് മാന്തിക്കാൻ കുറേ ആളുകളുണ്ടാവും. കൈ പൊള്ളുന്നത് നിങ്ങളതായിരിക്കും. ഇവിടെ നമുക്ക് പല അനുഭവങ്ങളുമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ പലതരത്തിലുള്ള കേസുകളുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് അവാതാകൾ അനുഭവിച്ചുള്ളൂ എന്നുള്ളതാണ്. എത്രയോ ആളുകൾക്ക് ദുബായി പോകാൻ പറ്റാതെ, ജോലി കിട്ടി ജോലിക്ക് പോകാൻ പറ്റാതെ അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായിട്ടുണ്ട്. പിന്നീട് അവസാനം കേസ് കോംപ്രമൈസിലുണ്ട്, യാചിക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരെ കൊണ്ട് നിങ്ങളിങ്ങനെ അക്രമം നടത്താൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റത്തെ മഹാപാപമാണെന്ന് അവരോട് ഞാൻ പറയുന്നത്. സഖാക്കളോട് ചെയ്യുന്ന മഹാ അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത്. 9 കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയും. ഈ നാട് ഉണ്ടാവും. ഈ നാട്ടിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടാവും, CPMൻ്റെ സഖാക്കളും ഉണ്ടാവും. നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭ്രാന്തളകിയിട്ട് സംഘർഷം സൃഷ്ടിച്ച് ബോർഡ് നശിപ്പിച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി എന്ത് വേഷവും കിട്ടുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് LDFിൻ്റെ നേതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഇനി നമ്മുടെ സഖാക്കളെ നിങ്ങൾ ആപത്തിലേക്ക് നയിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജനം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ധിക്കാരത്തെ അംഗീകരിക്കാൻ തയ്യാറില്ല. ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കാനും പാടില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് മായ്ച്ചളയാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ഇതാണ് രീതി എങ്കിൽ കൂടുതൽ ജനങ്ങൾ ഒറ്റപ്പെടുകയുള്ളൂ. ജനമനസ്സിനെ വായിക്കാൻ നിങ്ങൾ ആര് വിചാരിച്ചാലും കഴിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം.